അറിഞ്ഞൂടാ അതുകൊണ്ടാ. അന്യായ പടം കിടിലം സ്റ്റോറി. സേതുപതി വേറെ ലെവല്, കാണേണ്ട പടം. വരവൊന്നുമില്ല, എന്തൊരു വരവ് നിങ്ങൾ കണ്ടോ? അല്ലാത്ത എന്ന് പറഞ്ഞാൽ അന്യായ പടം, അന്യായ സ്റ്റോറി. എന്റെ പൊന്നി സ്ക്രീൻ പ്ലേ ഒക്കെ വേറെ ലെവല്. പുള്ളിക്കാരന്റെ സ്ക്രീൻ പ്രസൻസ് അറിയാമല്ലോ. അത് മൊത്തത്തിൽ സ്റ്റോറി വേറെ ലെവല്. അവസാനം ഒന്ന് കണ്ണു നിറയും. കമ്പാക്ക് പുള്ളിക്കാരൻ ഇവിടെ പോയ അതൊന്നും എന്തായാലും എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഇതില് യാതൊരു സ്റ്റോറി, കാണേണ്ട പടം. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ കുറച്ച് അങ്ങനെ പോയിട്ട് അവസാനമാണ് അത് ക്ലിയർ ആവും. അതൊരു ഞെട്ടല്ല, അതുപോലെ ഒരു സാധനം ഇതിനകത്തുണ്ട്. കുറച്ച് ലോജിക് പ്രശ്നങ്ങളുണ്ടാകുന്ന കാര്യമൊക്കെ ഉണ്ട്. വർത്താണ് തിയേറ്ററിൽ. സ്ക്രീൻ പ്ലേ ഒരു രക്ഷയില്ല, ഒരു വെറൈറ്റി സാധനമാണ്. ഇതുവരെ കണ്ടില്ല. സ്ക്രീൻ പ്ലേ എല്ലാം കൊള്ളാം. വിജയ് സേതുപതി, അനുരാഗ് കശ്യപ് ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ കിട്ടിലും പടം ഒരു രക്ഷയില്ല. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വന്ന് കണ്ടതാണ്, അതിൻ്റെ ആണെന്ന് അറിയാം. പക്ഷെ എനിക്ക് നല്ല പോലെ വർക്ക് ചെയ്യാം. നല്ല പോലെ എന്ന് വെച്ചാൽ ഞാൻ കണ്ടതിൽ വെച്ച് വിജയ് സേതുപതിയുടെ ഏറ്റവും ബെസ്റ്റ് പടം. ബെസ്റ്റ് എന്ന് വെച്ചാൽ ബെസ്റ്റ് പടം. പിന്നെ ചെയ്തു വെച്ച എല്ലാ ക്യാരക്ടേഴ്സും പൊളിയാണ്. പിന്നെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. അത് പറഞ്ഞ പോലെ ഒരു ഡിഫറെൻറ്റ് മേക്കിംഗ് ആണ്, നോൺ ലീനിയർ ടൈപ്പ് മേക്കിംഗ് ആണ്. പക്ഷെ പടം വേറെ ലെവൽ, അന്യായ സാധനം. ഒരു ഓർഡിനറി കഥയെ സ്ക്രിപ്റ്റിന്റെ ഒരു കഴിവുണ്ട്, ഒരു കിടിലം മൂവിയൊക്കെ മാറ്റി കൊള്ളാം. എല്ലാവർക്കും അവരവരുടെ റോളുണ്ട്. അടിപൊളി, നൈസ് പടം. ഡാർക്ക് പടമാണ്, ഇപ്പോഴും അത് ഇറങ്ങിയിട്ടില്ല ആ ഫീൽ. നല്ല പടം, നല്ല അടിപൊളി പടം. சொசைட்டிக்கு ரொம்ப தமிழ்நாடு சொசைட்டிக்கு ரொம்ப ஒரு முக்கியமான அண்ட் ரொம்ப லைக் ஸ்க்ரீன் பிளே ரொம்ப லீனியராக நான் லீனியர் ஸ்க்ரீன் பிளே தான் ரொம்ப புரியுற மாதிரி எடுத்திருந்தாங்க. இட் வாஸ் வெரி பியூட்டிஃபுல். சோஷியல் மெசேஜ் தான், நமக்கு ரொம்ப தெரிஞ்ச பழகி போன விஷயம் தான். പക്ഷേ த வே தே டோல்ட் தி ஸ்டோரி வாஸ் டிஃப்ரெண்ட். ஸ்க்ரீன் பிளே வாஸ் டூ நாட்ச். പടം കൊള്ളാം, നല്ല ഒരു വെറൈറ്റി പടം തന്നെ. പക്ഷേ വിജയ് സേതുപതിക്ക് ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. വിജയ് സേതുപതി നല്ല ക്യാരക്ടറായിട്ടാണ് അതിൽ കാണിക്കുന്നത്. പക്ഷേ സസ്പെൻസ് കൊള്ളാം. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് അതിൽ. ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള ലേഡീസിനുള്ള ഒരു ഇതൊക്കെ വലിയ സസ്പെൻസ്. പക്ഷേ അവസാനത്തെ ഒന്ന് രണ്ട് സീൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഇതിലോട്ടാണ് ആ പടം കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു ഇതാണെന്ന്. പക്ഷെ സീൻസൊക്കെ നല്ലവണ്ണം നല്ല ഇതായിട്ടുണ്ട്. പക്ഷെ അത് എൻഡ് വരെ കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു സസ്പെൻസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റൂ. എൻഡ് കണ്ടാൽ കറക്റ്റ് സാധനം. പക്ഷെ ആദ്യം വീട്ടിൽ വരെ നമ്മൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമെങ്കിലും പക്ഷെ അതിൻ്റെ എൻഡാണ്, അതിൻ്റെ ക്ലൈമാക്സ് ആണ് കറക്റ്റ്. അതിൻ്റെ ഒരു ആ പടത്തിനുള്ള സ്റ്റോറിയുടെ കറക്റ്റ് അറിയണമെങ്കിൽ അതിൻ്റെ എൻഡ് കണ്ടാൽ മാത്രമേ പറ്റൂ. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വിജയ് സേതുപതി. നല്ല റിയൽ ഇത് തന്നെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഇതിൽ സമൂഹത്തിനുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ പടത്തിന് കൂടി നന്നായിട്ട് വന്നേക്കുന്നത്. സമൂഹത്തിന് ഉള്ള ഒരു വലിയ സന്ദേശം കൊടുക്കുന്നുണ്ട് ഇത്. നല്ല സിനിമ ബ്രോ, നല്ല സിനിമ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഭയങ്കര സ്ലോ ആയിട്ട് പോകും. പക്ഷെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് സ്ലോ എന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് ഹാഫ് ഫുള്ളും കണ്ട് തീരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ സെക്കൻഡ് ഹാഫ് തീരുമ്പോൾ നല്ല ഒരു സുഖം കിട്ടും സിനിമ.